താരത്തിന് കയ്യും കാലും വെച്ച നടിയാണ് നയൻതാര. ഇത് പൊതുവേളയിലുള്ള സംസാരം. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും താരം അതൊന്നും ഗൗനിക്കാറില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഈ നടന്റെ മുമ്പിൽ നയൻതാര ലൊക്കേഷനിൽ വെച്ച് എല്ലാം സമ്മതിക്കേണ്ടി വന്നു. കരിയറിൽ മോശം പ്രതിച്ഛായയുള്ള സമയത്താണ് ഇന്ന് നയൻതാര. ഹേറ്റേഴ്സിന്റെ എണ്ണം ക്രമാതീതമായി കൂടിയിരിക്കുന്നു. യൂട്യൂബ് ചാനലുകളിൽ നയൻതാരയെ വിമർശിക്കുന്ന ഫിലിം ജേർണലിസ്റ്റുകൾ ഏറെ. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിലാണ് ഇങ്ങനൊരു സാഹചര്യം ഉൾത്തിരിഞ്ഞത്. നെഗറ്റീവ് കമന്റുകൾ കാരണം കമന്റ് ബോക്സ് താരം ലിമിറ്റ് ചെയ്യാറുണ്ട്. വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന നയൻതാര പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും താരപദവിയിലെത്തിയ ശേഷം വിവാദങ്ങൾ കുറയുകയായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സാഹചര്യം. നയൻതാരയും ഭർത്താവ് വിഘ്നേഷും ചെയ്യുന്നതെല്ലാം നെറ്റിസൺസിന് പ്രശ്നമാണ്. ഈ എതിർപ്പുകൾക്ക് പ്രധാന കാരണമായത് നടിക്കിപ്പോഴുള്ള ഇമേജ്, സിനിമാ ലോകത്ത് നയൻതാരയെക്കുറിച്ച് വന്ന സംസാരവുമാണ്. താരജാടകളുള്ള നടിയാണ് നയൻതാര എന്ന് പരക്കെ അഭിപ്രായമുണ്ട്. അധികം ആരോടും അടുക്കാത്ത പ്രകൃതം, ഷൂട്ടിങ്ങിലുള്ള നിർബന്ധങ്ങൾ വേറെയും, പ്രതിഫലം, സെറ്റിൽ വേണ്ട സൗകര്യങ്ങൾ തുടങ്ങിയവയിലൊന്നും വലിയ വിട്ടുവീഴ്ചയ്ക്ക് നടി തയ്യാറാവാറില്ലെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. എന്നാൽ നടൻ സുരേഷ് ചക്രവർത്തിക്കുള്ള അഭിപ്രായം മറ്റൊന്നാണ്. കേട്ടറിഞ്ഞത് പോലെയല്ല നയൻതാരയുടെ സ്വഭാവമെന്നാണ് ഒരു അഭിമുഖത്തിൽ സുരേഷ് ചക്രവർത്തി പറഞ്ഞത്. നയൻതാര വന്നാൽ നിൽക്കരുത്, ഇരിക്കരുത് എന്നെല്ലാം പലരും പറയും. എന്നാൽ വളരെ സാധാരണ പോലെയാണ് അവർ പെരുമാറുക. ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കും. എന്തിനാണ് എഴുന്നേൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. വളരെ നോർമലാണ്. എന്നാൽ പുറത്തു കൊടുക്കുന്ന ബിൽഡപ്പ് വേറെയാണ്. അങ്ങനെയൊന്നുമല്ല. ഇൻഡസ്ട്രിയിലുള്ള നമ്മൾ തന്നെ ചിലപ്പോൾ അവ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് കരുതി. എന്നാൽ നയൻതാര വളരെ നോർമലാണ്. അഭിനയിക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ നയൻതാര എന്താണ് സാർ പ്രശ്നമെന്ന് ചോദിച്ചു. അവരുടെ കയ്യിൽ പിടിച്ച് ഉപദ്രവിക്കുന്ന സീനായിരുന്നു. ആക്ടിംഗ് അല്ലേ സാർ, വാ എന്ന് അവർ പറഞ്ഞു. താരങ്ങളായതുകൊണ്ട് ആർക്കും കൊമ്പ് മുളക്കില്ലല്ലോ. അവർ ചിലപ്പോൾ ക്യാരക്ടറിലായിരിക്കാൻ വേണ്ടി സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാതിരിക്കും. അത് കാരണം അങ്ങനെയൊരു ഇമേജ് ഉണ്ടാവുന്നതാണ്. അല്ലാതെ എല്ലാവരും സാധാരണ മനുഷ്യരാണെന്നും സുരേഷ് ചക്രവർത്തി പറഞ്ഞു. അന്നപൂരണി എന്ന സിനിമയിലാണ് നയൻതാരയ്ക്കൊപ്പം സുരേഷ് ചക്രവർത്തി അഭിനയിച്ചത്. കരിയറിലെ തിരക്കുകളിലാണിപ്പോൾ നയൻതാര. മൂക്കുത്തിയമ്മന്റെ 2ന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ മഹേഷ് നാരായണന്റെ സിനിമയിലും അഭിനയിക്കുന്നു. തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പമുള്ള സിനിമയും ഒരുങ്ങുന്നുണ്ട്. നയൻതാരയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസനും സംസാരിച്ചിരുന്നു. നയൻതാര താരജാടകളുള്ള ആളല്ലെന്നും ചില സ്ഥലങ്ങളിൽ പക്ഷെ അത് കാണിക്കാറുണ്ടെന്നും ധ്യാൻ പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ കുറച്ച് അഹങ്കാരം, ജാടയൊക്കെ ആകാം. അത് ആവശ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ. അല്ലെങ്കിൽ ആളുകൾ ചൂഷണം ചെയ്യും. അതൊക്കെ കണ്ടുവന്ന ആളാണ് നയൻതാര. ഇപ്പോഴും ആ സ്റ്റാൻഡും കൊണ്ടുപോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സാധാരണക്കാരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും വളരെ ഡൗൺ ടു എർത്ത് ആണ് നയൻതാര എന്നും ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കി. ധ്യാൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ നയൻതാരയായിരുന്നു നായിക. സ്വന്തം ചേച്ചിയെ പോലെ തന്നോട് തുറന്ന് സംസാരിക്കുന്ന ആളാണ് നയൻതാരയെന്നും ധ്യാൻ പറഞ്ഞിട്ടുണ്ട്.